സുഹൃത്തുക്കളെ, ഈ പ്രസംഗിക്കുന്ന ഞാൻ കാലകാലം പ്രസംഗിക്കൂല. ഞാനൊരു ദിവസം സ്റ്റേജിൽ നിന്നിറങ്ങും, എൻ്റെ പ്രസംഗം കഴിയും. ഞാൻ കാറിൽ നിന്നിറങ്ങും, എൻ്റെ വീട്ടിൽ നിന്നിറങ്ങും. ഞാൻ നിർമ്മിച്ചു വെച്ച വീട്ടിൽ മരണം വരെ ജീവിക്കാൻ എനിക്ക് ഒരുപക്ഷെ കഴിഞ്ഞാലും മരണത്തോടുകൂടെ ഞാൻ ഇറങ്ങിപ്പോകണം. എൻ്റെ വാഹനം മാറ്റണം, ഞാൻ മയ്യത്ത് കട്ടിലിൽ കയറണം, എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് പോകും, എൻ്റെ മോതിരം ഊരിപ്പോകും, എൻ്റെ വാച്ച് അഴിച്ചു വെച്ച് പോകും, എൻ്റെ സ്ത്രീകളെ നമ്മുടെ സ്വർണങ്ങളെല്ലാം ഊരിപ്പോകും, അലിക്കത്ത് മുറിച്ചു പോകും, അല്ല വസ്ത്രങ്ങളെല്ലാം ഊരിപ്പോകും. അതേ, നമ്മെ ഒരു വെള്ളപ്പുതപ്പും പുതപ്പിച്ച് കിടക്കുന്നൊരു സമയം വരും. ആ കിടക്കുന്ന കട്ടിലിൻ്റെ മേലെ ഉറുമ്പ് കയറാതിരിക്കാൻ കട്ടിലിൻ്റെ കാലിന് മണ്ണെണ്ണയിൽ മുക്കിയ തുണി ചുരുട്ടുന്നത് കണ്ടിട്ടില്ലേ? ഓ സുഹൃത്തുക്കളെ, ഇന്നലെ വൈകുന്നേരം വരെ എടുത്തു ചുംബിച്ച പേരക്കുട്ടിയുണ്ട്. ആ പേരക്കുട്ടി മരിച്ചു കിടക്കുന്ന ഉപ്പാപ്പയെ കാണാൻ, ഉമ്മാമയെ കാണാൻ ഓടി വരുമ്പോൾ ഇന്ന് രാവിലെയും ഇന്നലെ വൈകുന്നേരവും ഒക്കെ ചുംബിച്ച ആ മകൻ സമീപത്ത് വരുമ്പോൾ കാരണവന്മാര് കുട്ടിയെ പിടിച്ചു മാറ്റുന്നു. കുഞ്ഞൻ മയ്യത്ത് കണ്ട് പേടിച്ചു പോകുമെന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് കേട്ടോ. മയ്യത്ത് കട്ടിലിൽ കയറിയൊരു യാത്രയുണ്ട്. നേരത്തെ പ്രസവിച്ച ഉടനെ ഞാൻ സ്വന്തം കുളിച്ചവനല്ല, എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ചതായിരുന്നു. ഇതുപോലെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് അവസാനത്തെ യാത്രക്കൊന്നൊരുങ്ങാൻ സ്വന്തം കുളിക്കാൻ കഴിയില്ല. എന്നെ മറ്റുള്ളവർ കുളിപ്പിക്കുന്നൊരു സന്ദർഭം വരും, മറ്റുള്ളവർ എനിക്ക് തുണി പുതപ്പിക്കുന്നൊരു സന്ദർഭം വരും, എൻ്റെ മൂക്കിനും കണ്ണിനും തൊള്ളക്കുമൊക്കെ പരുത്തി വെക്കുന്നൊരു സന്ദർഭം വരും, എന്നെ അതാ എടുത്ത് കൊണ്ടുപോകുന്നൊരു സന്ദർഭം വരും. നേരത്തെ നല്ല കട്ടിലിൻ്റെ മേലെ AC റൂമിൽ കിടന്ന ഞാൻ, ഫാന് കറക്കിയ ഞാൻ വളരെ ഇടുങ്ങിയ ഖബറിലേക്ക് എൻ്റെ ശരീരം ഇറക്കി വെക്കും. അവരതാ സമീപത്തുള്ള ആളുകൾ രണ്ട് കൈയും കൂട്ടിയിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പടച്ച റബ്ബാണ് നമ്മൾ, ഈ മണ്ണിലേക്ക് മടക്കുകയാണ് നിങ്ങളെ. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മറ്റൊരു സമയത്ത് നിങ്ങളെ ഈ മണ്ണിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും എന്നല്ലേ പറയുന്നത് ഖുർആൻ. ആയത്തോതിയിട്ട് ജനങ്ങൾ മണ്ണ് വാരിയിട്ട് തൽഖീൻ ചൊല്ലി തസ്ബീത്ത് ചൊല്ലി സലാം പറഞ്ഞ് പിരിയുന്ന സമയം ഈ പാവപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഇനി എത്ര വർഷമുണ്ട്, എത്ര മാസമുണ്ട്, എത്ര ദിവസമുണ്ട്? അല്ല, ദിവസമുണ്ടോ മണിക്കൂർ മാത്രമാണോ? എനിക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല. ആ ദിവസം വരുന്നതിന് മുമ്പ് വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് നന്നായി തയ്യാർ ചെയ്ത് വെക്കുന്നവൻ അവനാണ് ഭാഗ്യമുള്ളവൻ കേട്ടോ. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് മുന്തിച്ചു വെക്കുന്നവൻ അവനാണ് ഭാഗ്യമുള്ളവർ കേട്ടോ. അതുകൊണ്ട് നന്നായി ഇബാദത്ത് ചെയ്യുകയും അല്ലാഹു ഹറാമാക്കിയ മദ്യവും ലഹരിയുമായി ബന്ധപ്പെടാതെ, പലിശയുമായി ബന്ധപ്പെടാതെ, ഒരിക്കലും കുടുംബബന്ധം മുറിക്കാതെ,
ഒരിക്കലും അയൽവാസിയുമായി പിണങ്ങാതെ, ഒരിക്കലും പ്രായമുള്ളവരെ അവഗണിക്കാതെ, ഒരിക്കലും കുട്ടികളോട് ക്രൂരത കാണിക്കാതെ, ഒരിക്കലും ഭാര്യമാരെ പീഡിപ്പിക്കാതെ, ആക്രമിക്കാതെ, ചീത്ത വിളിക്കാതെ, ഒരിക്കലും ഭർത്താവിനെ വഞ്ചിക്കാതെ, ഒരിക്കലും ഹറാമുകളിലേക്ക് വഴുതിപ്പോകാതെ, അതാ ശരിയായ തഖ്വയിലായി ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത്, അതിനൊരു ഭാഗ്യം ഈ പാവപ്പെട്ട എനിക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ദുആ ചെയ്യണം, കാരണവന്മാര് ദുആ ചെയ്യണം, മുഅ്മിനീകൾ, മുതഅല്ലിമീകൾ, സയ്യിദന്മാർ, അലിമീകൾ എല്ലാവരും ആ ഒരു ഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്.